ഇന്നാട്ടോ അപ്പം നമ്മുടെ തിരുപ്പതി ദർശനം എന്ന് പറയുന്നത് 6:30-ക്കാണ് സമയം പറഞ്ഞിട്ടുള്ളത്. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ബസ്സിൽ കയറി തിരുപ്പതി ദർശനത്തിന് കയറേണ്ട എൻട്രൻസിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുകയാണ് ഞാനും വേദയും ഏട്ടനും കൂടി. ഒരുപാട് സന്തോഷവും മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. എല്ലാം ഭഗവാൻ സാധിച്ചു തരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടി കേട്ടോ. ഇന്നലെ ഇവിടെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, ചെറുതല്ല, അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം ചെറിയൊരു തണുപ്പും നല്ല കാറ്റും ഒക്കെ ഉണ്ട്. നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ, സത്യം പറയാതിരിക്കാൻ വയ്യ. ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ്. ഒരു അമ്പലത്തിൽ വന്ന ഫീലല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ്. അത് എന്ത് ഫീലാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനും അറിയത്തില്ല. എന്തായാലും ഇപ്രാവശ്യം ഭഗവാനെ നല്ല രീതിയിൽ തൊഴുതിറങ്ങാൻ പറ്റി. തൊഴുതിറങ്ങിയ ശേഷം വീണ്ടും നമ്മൾ ബസ്സിൽ കയറിയിട്ട് നമുക്ക് അന്നദാനം കഴിക്കാനായിട്ട് പോവുകയാണ്. ഇവിടുത്തെ അന്നദാനം ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ക്യൂവിൽ നിൽക്കുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ആവശ്യാനുസരണം ഇഷ്ടാനുസരണം കഴിക്കുക. അതുകൊണ്ട് നേരെ അന്നദാനം കഴിക്കാൻ പോവുകയാണ്. അന്നദാനം കഴിക്കാൻ പോകുന്നിടത്ത് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. എത്ര പേരാണ് ഒരു ദിവസം അന്നദാനം കഴിക്കാൻ വരുന്നതെന്നറിയോ? അവിടെ 3 നേരവും എപ്പോഴും ഫുള്ളായിരിക്കും. അത്ര പേര് അവിടെ ഭക്ഷണം കഴിക്കാൻ ഒരു നേരം വരുന്നുണ്ട് കേട്ടോ, ഒരു ദിവസം വരുന്നുണ്ട് കേട്ടോ. ഇന്നലെ ഒന്നും ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല അന്നദാനം. വൈകുന്നേരം ഞങ്ങൾ കഴിക്കാൻ വന്നപ്പോൾ രാവിലെ അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നടന്നിങ്ങനെ മൂവായി പോകുന്ന ആ ഒരു തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെന്നപാടെ സീറ്റുണ്ട്, നമുക്കിപ്പോൾ ചെന്നാലും അങ്ങനെ ഇരിക്കാൻ സീറ്റ് കിട്ടാണ്ട് അവിടെ അങ്ങനെ ഇടിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വരില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ 4-5 ഹോൾ അത്രയും വലുതായിട്ടുണ്ട്. അപ്പോൾ അതേ അന്നദാനത്തിന് ഇലയെല്ലാം കിട്ടിയിട്ടുണ്ട്. പൊങ്കലാന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴേക്കും ഉപ്മാവായിരുന്നു. നല്ല ഉപ്മാവായിരുന്നു കേട്ടോ. ഇവിടുത്തെ എല്ലാ ഭക്ഷണവും എന്തോ ഒരു പ്രത്യേക സ്വാദുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അന്നദാനം തന്നെ കഴിക്കാനായിട്ട് വരുന്നത് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ യാത്ര തിരിച്ചിട്ടുണ്ട് അടുത്ത സ്ഥലത്തേക്ക്. അടുത്ത സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ തിരുവണ്ണാമലയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ പോകുന്ന വഴിയാണ് തിരുവണ്ണാമല. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെയും ഇറങ്ങിയിട്ട് പോകാമെന്ന് കരുതി. ഇതിപ്പോൾ ഉച്ച സമയമായിട്ടോ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ടൊമാറ്റോ റൈസ് കഴിച്ചു, ഏട്ടൻ ചപ്പാത്തി വാങ്ങി, വേറൊരു നൂഡിൽസും വാങ്ങിയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. അമ്പലത്തിൽ ഇറങ്ങുന്നത് കൊണ്ടായത് തന്നെ വെജാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഭയങ്കര വാവ് എന്ന് ഞാൻ പറയില്ല. ഒരു 2 മണിയൊക്കെ ആയിട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ 10 മണി ഏകദേശമായി. അതുകൊണ്ട് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഐസ്ക്രീം എല്ലാം വാങ്ങി കുടിച്ചു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ തിരുവണ്ണാമലയിലേക്ക് പോവുകയാണ്. ഭക്ഷണം എല്ലാം കഴിച്ചപ്പോൾ നല്ലൊരു ഉറക്കക്ഷീണം വന്നു. നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും അടുത്ത് ചായ കുടിക്കാനുള്ള സമയമായി. തിരുപ്പതിയിൽ നിന്ന് 4.5 മണിക്കൂർ യാത്രയാണ് തിരുവണ്ണാമല. നമ്മൾ അതുവഴി തന്നെയാണ് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നതും. ആക്ച്വലി ഞങ്ങൾ തിരുപ്പതിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 11 മണിയായി. 11 മണിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇതുപോലെ ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ നിർത്തി. അങ്ങനെയുള്ള കുറച്ച് സമയമൊക്കെ പോയി എന്നല്ലാണ്ട് വേറെ ടൈം ഒട്ടും കളയാണ്ട് കറക്റ്റ് 4.5 മണിക്കൂർ ആയപ്പോഴേക്കും നമ്മൾ തിരുവണ്ണാമലയിലെത്തി. അവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തിരക്കുണ്ടാവും എന്ന് കരുതിയാണ് പോയത്. പക്ഷേ വലിയ രീതിയിൽ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല.